മക്കളെ, നമുക്കിന്ന് വായന പഠിച്ചു തുടങ്ങാം. ഇന്ന് 4ാമത്തെ ദിവസമാണ് നമ്മുടെ ചലഞ്ച് തുടങ്ങിയിട്ട്, 20 ഡേയ്സ് ചലഞ്ച്. അതിൽ നമ്മൾ ആ, ഈ അത്രയും മാത്രം 3 മാത്രകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ചിഹ്നങ്ങൾ, 3 ചിഹ്നങ്ങൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഊ എന്ന ചിഹ്നമാണ്. ഊ എന്ന മാത്രയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ഊ എന്ന മാത്ര കുറച്ച് കുട്ടികൾക്ക് കുറച്ചൊരു പ്രയാസമുള്ളതാണ്. ഊ മുതൽ അങ്ങോട്ട് ഊ ഋ എ ഐ ഓ ഔ അത്രയും ചിഹ്നങ്ങളാണ് കുട്ടികൾക്ക് കുറച്ച് പ്രയാസമായിട്ട് വരുന്നത്. ആ ഈ അത്രയും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് കൃത്യമായിട്ട് വീഡിയോ അവസാനം വരെ കാണുക. ഇതിൽ ഊ എന്ന ചിഹ്നം മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാക്കുകളാണ് നമ്മൾ ആദ്യം പറയുന്നത്, ഉൾപ്പെടുത്തിയ വാക്കുകൾ. അതിനുശേഷം സെൻറ്റൻസ് പറയുന്നുണ്ട്. ആ സെൻറ്റൻസിൽ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ചിഹ്നങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ആ ഈ ഊ, ആ ഈ ഊ നമ്മൾ ഇന്ന് പഠിക്കുന്നതാണ്. ഇത്രയും 4 ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാസേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാവരും ശ്രദ്ധിക്കുക. ച എന്ന അക്ഷരമാണിത് അല്ലേ? ഇതെന്താണ്? ച എന്ന അക്ഷരമാണ്. ചാക്ക് ഊ എന്ന ചിഹ്നമാണ് ഈ തന്നിരിക്കുന്നത്. ഊ എന്ന ചിഹ്നം. അടുത്തത് പ എന്ന അക്ഷരം. അപ്പം ഈ ച എന്ന അക്ഷരത്തിനോട് കൂടി ഊ എന്ന ചിഹ്നം കൂടുമ്പോൾ ചു. പിന്നീട് ഈ പ എന്ന അക്ഷരം നമ്മൾ എഴുതുന്നു ചുപ്പ്. എന്താണ് വായിക്കുന്നത്? ചുപ്പ്. അടുത്തത് ഗ പ്ലസ് ഊ പ്ലസ് ശ, ഗുഷ്. ഓക്കെ, ഗുഷ്. ഇതെങ്ങനെയാണ് വായിക്കുന്നത് നിങ്ങൾക്കറിയാം. ഷ എങ്ങനെയാണ് ഷ് ആയത് എന്ന് ആദ്യം മുതലുള്ള ക്ലാസ് കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഗുഷ്, ചുപ്പ്, ഗുഷ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ബാക്കി തന്നിരിക്കുന്ന ഭാഗം വായിച്ചു നോക്കാം. സ ഊ ചിഹ്നം ന, സുൻ. ദ ഊ ചിഹ്നം ന, ദുൻ. ച ഊ ചിഹ്നം ന, ചുൻ. ഗ ഊ ചിഹ്നം ന, ഗുൺ. ഛ ഊ ചിഹ്നം പ, ചുപ്പ്. ഇനി ചിഹ്നം പറയാതെ നമുക്ക് വായിക്കാൻ മനസ്സിലായിട്ടുണ്ടാവും. ചിഹ്നം ഇത് ഊ ചിഹ്നമാണ് എന്നത്. അതുകൊണ്ട് നമുക്കിനി ചിഹ്നമാണ് എന്ന് പറയാതെ വായിച്ചു തുടങ്ങാം. ഓക്കെ, മുഡ്, ജുഡ്, ഗുദ, ഗുഷ്, കുൽ. സു അടുത്തത് എന്താണ്? ഈ, സുയി. ഗുണ, ഗുണ. മധുർ, മധുർ. മാ കഴിഞ്ഞിട്ട് ദാക്കാണ് ഊ ചിഹ്നം വന്നിരിക്കുന്നത് അല്ലേ? മാ കഴിഞ്ഞതിന് ശേഷം അടുത്ത ദ എന്ന അക്ഷരത്തിനാണ് ഇവിടെ ഊ എന്ന ചിഹ്നം മാത്ര കൊടുത്തിരിക്കുന്നത്. മാത്ര എന്ന് പറഞ്ഞ ചിഹ്നം. ഓക്കെ, ഊ എന്ന ചിഹ്നം കൊടുത്തിരിക്കുന്നത് മധുർ. ഇവിടെ 2 അക്ഷരത്തിന് കൊടുത്തിട്ടുണ്ട്. ക എന്ന അക്ഷരത്തിനും സ എന്ന അക്ഷരത്തിനും ഊ എന്ന ചിഹ്നം കൊടുത്തിട്ടുണ്ട്. കുസും, മുകുഡ്, മു കു പിന്നെ ഢ എന്ന അക്ഷരമാണ് മുകുഡ്. സുമൻ. ബഹുത്. കച്ചുവ. ബഡുവ. കുടിയ. ബുഡിയ. അടുത്ത അക്ഷരം ന, ജുബാൻ. ഗുലാബ്. യമുന. പുക്കാർ. ര എന്ന അക്ഷരം ഇറാണ് ഉച്ചരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുക്കാർ. അടുത്തത് ന, സാബുൻ. സ കഴിഞ്ഞിട്ട് ബു, ബാക്കിയാണ് ഊ ചിഹ്നം വന്നിരിക്കുന്നത്. ഊ ചിഹ്നം എങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് എന്നത് ശ്രദ്ധിച്ച് നോക്കുക. ഊ എന്ന ചിഹ്നം ഇങ്ങനെയാണ് വരിക അല്ലേ? ഊ എന്ന ചിഹ്നം.
സാബുൻ. ധാതുൻ. ധാതുൻ. താ എന്ന അക്ഷരത്തിനാണ് ഊ എന്ന ചിഹ്നം കൊടുത്തിരിക്കുന്നത്. താ എന്ന അക്ഷരത്തിനാണ്. ധാതുൻ. ധാതുൻ. ദുഖാൻ. ദുഖാൻ. ദുഃഖാ പിന്നെ ന. ദുഖാൻ. സുനി പിന്നെ ലാക്ക് ഇൽ എന്നാണ് ഉച്ചരിക്കുന്നത് അവസാനം വരുമ്പോൾ അല്ലെ. സുനിൽ. സുനിൽ. അപ്പൊ ഈ എന്ന ചിഹ്നം ഇവിടെ ഉണ്ട്. നമ്മൾ ഈ എന്ന ചിഹ്നം കണ്ടോ, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഈ എന്ന ചിഹ്നം അല്ലെ. സുനിൽ. ബു ആ ബുആ. ബുഖാർ. 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 സുനാര. സുനാർ. സുനാർ. ഗുഡിയ. ഗുഡിയ. ബുൾ. ബുൾ. ബു പിന്നീട് ലായാണ്. ബു കണ്ടിട്ട് വീണ്ടും ലായാണ്. അപ്പം ലാക്ക് ഇൽ എന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അപ്പം എന്താണിത് വായിക്കുക? ബുൽ ബുൽ. കും കും. കു മ പിന്നീട് കു മ. കും കും. ചു ഹി യാ. ചുഹിയ. ചു ഹി യാ. ചുഹിയ. എന്താണ് വായിക്കുക? ചു ഹി യാ. ചുഹിയ. പൂജാരി. 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 ജു ആരി. ജുആരി. ജു ആരി. ജുആരി. മു സാ ഫി പിന്നീട് രായാണ്. മുസാഫിർ. 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 ജാ മു നായാണ്. നാക്ക് ഇൻ എന്നാണ് ഉച്ചാരണം വരുന്നത്. എങ്ങനെയാണ്? ഇൻ എന്നാണ്. ജാമുൻ. 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 ഹിന്ദിയിൽ ലാ എഴുതിയതല്ല കേട്ടോ, എന്നുള്ള ചിഹ്നം. ജാമുൻ. സുബഹ. സുബഹ്. സുബഹ. സുബഹ്. കുർത്ത. 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 ഓക്കെ, ഇതൊന്നുകൂടെ ആദ്യം മുതൽ ഒന്നുകൂടെ വായിക്കാം. സുൻ. ദുൻ. ചുൻ. ഗുൺ. ചുപ്. മുഡ്. ജുഡ്. ഗുദ. ഗുഷ്. കുൽ. സുയി. ഗുണ. മധുർ. കുസും. മുകുട്. സുമൻ. बहुत. कछुआ. बढ़ुआ. खुडिया. बुढ़िया. जुबान. गुलाब. यमुना. पुकार. साबुन. धाधुन. दुकान. सुनील. बुआ. बुखार. सुनार. गुड़िया. बुलबुल. कुमसुम. चूहिया. पुजारी. जुआरी. മുസാഫിർ. ജാമുൻ. സുബ. കുർത്ത. ഓക്കെ, അപ്പം അത്രയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് സെൻറ്റൻസ് നോക്കാം. ഊ എന്ന മാത്രയിലെ സെൻറ്റൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സു. സു. മ. ന. സുമൻ. ആ. ബ. അബ്. സുമൻ. അബ്. ഉ. ഠ. ഉഡ്. സുമൻ. അബ്. ഉഡ്. അപ്പം ഇതൊക്കെ അവസാനം ഈ ചിഹ്നം വെച്ചിട്ട് വായിച്ചു. അബ്. ഉഡ്. ഈ ചിഹ്നം എന്ന ചിഹ്നമാണ് ഇവിടെ ട്ടാ. ചന്ദ്രക്കല. ഉഡ എന്നല്ല, ഇതെന്താണ്? ഇതിവിടെ സ്റ്റോപ്പാണ് വരുന്നത് കേട്ടോ. ഇത് ആ ചിഹ്നമല്ല. ഈ സെൻറ്റൻസ് അവസാനിക്കുകയാണ് ഇവിടെ. സുമൻ. അബ്. ഉഡ്. സുബഹ. സുബഹ്. हुई. हुई. सुबह हुई. गगरी. ഗഗരി. ഗ. ഗ. ഗ എന്ന അക്ഷരം പല കുട്ടികൾക്ക് എഴുതുമ്പോൾ പ്രയാസം വരുന്നുണ്ട്. കാരണം ഗ എന്നതിന് ഗ എന്ന അക്ഷരത്തിന് തന്നെ എന്തുണ്ട്? ഇങ്ങനെ ഇവിടെ അങ്ങനെ ഒരു വരയുണ്ട്. മനസ്സിലായോ? അപ്പോഴാണ് ഗ എന്ന അക്ഷരം പൂർണ്ണമാവുകയുള്ളൂ. ഇങ്ങനെ ഒരു വര അവിടെ ഗ എന്ന അക്ഷരത്തിനുള്ളതാണ്. ഗ ഇത് കൂടെ എഴുതിയാൽ അത് ഗ എന്ന് വായിക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ അടുത്ത് ഒരു വരയും കൂടെ അങ്ങോട്ട് വരച്ചാലാണ് അതിനെ ഗ എന്ന് വായിക്കുക. ഓക്കെ,
മനസ്സിലായോ? ഗാ എന്ന് എഴുതാൻ പറയുമ്പോഴും ഇവിടെ ഒരു വരണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അത് ഗാ ആയിരിക്കും എന്ന് കരുതരുത്. ഗ എന്ന അക്ഷരത്തിന് തന്നെ ഉള്ളതാണെന്ത് ഈ വര. ഓക്കെ, ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് ഗ എന്ന അക്ഷരം ആകുന്നത്. ഗഗരി, ഗഗരി, ഗരി, ഗഗരി. ഊഠ, ഉഠ, ഗഗരി ഉഠ. നദി, നദി, ഈ ചിഹ്നം വന്നു അല്ലേ, നമ്മൾ ഈ ചിഹ്നം പഠിച്ചതാണ്. പർ, നദി പർ. ജാക്കർ, ജാക്കർ, ജാക്കർ. പാനി, വീണ്ടും വന്നു ഈ ചിഹ്നം. പാനി, പാനി. ബർക്കർ, ബർക്കർ, പാനി ബർക്കർ. ല, പാനി ബർക്കർ ല. ധാതുൻ, 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 ധാതുൻ. കർ, ധാതുൻ, ധാതുൻ കർ. സാബുന, സാബുൻ, സാബുന, സാബുൻ. ന എന്ന അക്ഷരം ഇൻ എന്ന് ഉച്ചരിക്കും, ര എന്ന അക്ഷരം ഇർ എന്ന് ഉച്ചരിക്കും അല്ലേ. ല എന്നതോ ഇൽ, ഇൽ എന്ന്. സാബുൻ, സാബുൻ. ല, ഗാ, കണ്ട ഗാ എന്നത്, ഗാ എന്നത് ശ്രദ്ധിച്ചോ, ഇവിടെ ഗാ എന്നതും ഇവിടെയാണ് ഗാ എന്ന് വരുന്നത്. ഗാ, അതിനോട് കൂടെ ഒരു വരയും കൂടെ ഉണ്ട്, 2 വര വരുന്നുണ്ട് ഇതിൻ്റെ അടുത്ത് അല്ലേ, അപ്പോഴാണ് ഗാ എന്ന് വായിക്കുന്നത്. ലഗാക്കർ, ലഗാക്കർ. അപ്പോൾ ആ എന്ന ചിഹ്നവും നമ്മളിത് ഈ സെൻറ്റൻസിൽ നമ്മൾ കണ്ടു. ആ എന്ന ചിഹ്നം കണ്ടു, ഈ എന്ന ചിഹ്നവും കണ്ടു. ലഗാക്കർ, ലഗാക്കർ. മു, ഗ, ഗ, ഗ എന്നാണ് ഉച്ചരിക്കുക. മുഗ്, മുഗ്. വാ, മുഗ് വാ. ഹാത്ത്, ഹാത്ത്, ഹാ ധ ഹാത്ത്. സാഫ്, സാ ഫ, സാഫ്, സാഫ്. കര, കർ. സാബുൻ ലഗാക്കർ മുഗ് വാ ഹാത്ത് സാഫ് കർ. മുഗ് വാ ഹാത്ത് സാഫ് കർ. ദുലാ, 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 ദുലാ. ഹുവാ, ഹുവാ, ദുലാ ഹുവാ. സൽവാർ, സൽവാർ, സൽവാർ. ല ഇൽ എന്ന് ഉച്ചരിച്ചു. സൽ വാർ. ര ഇർ എന്നും ര ഇർ എന്ന്. ഓക്കെ, സൽവാർ. കു, ര ഇർ ആണല്ലോ, കുർത്ത, കുർത്ത, കുർത്ത. കു ഇർ ത, കുർത്ത. പ, ഹ, ന, ക, ര. പ, ഹ, ന, പഹൻ. പ, ഹ, ന വായിക്കുന്നതാണ് പഹൻ. പഹൻ കർ, പഹൻ കർ, പഹൻ കർ, പഹൻ കർ. ബാ സാർ, ബാ സാർ, ബാ സാ ര, ബാസാർ. ഈ ജ എന്നതിൻ്റെ താഴെ അങ്ങനെ ചെറിയൊരു ഡോട്ട് ഉണ്ടായിരിക്കും കേട്ടോ, അപ്പോഴാണ് അതിനത് വായിക്കുന്നത് സ, ബാസാർ. ബാസാർ, ബാസാർ. ജ, ബാസാർ ജ, ബാസാർ ജ. ആ എന്ന ചിഹ്നം, ഈ എന്ന ചിഹ്നവും അതുപോലെ തന്നെ ഉ എന്ന ചിഹ്നവും ഇത്രയും വരെ നമ്മൾ വായിച്ചതിൽ കണ്ടെത്തിയില്ലേ. ഇനി ഈ എന്ന ചിഹ്നമാണ് നമ്മളിതിൽ കാണാത്തുള്ളൂ പഠിച്ചതിൽ. ഇനി താഴോട്ടേക്ക് പോകുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. ഏക്ക്, ഏക്ക്. ബുൾ, ബുൾ. ഏക്ക് ബുൾ, ബുൾ. ഏക്ക് ബുൾ, ബുൾ. വട്ട്, വട്ട്. ഏക്ക് ബുൾ, ബുൾ, വട്ട്. पर, वट पर. आई, आई. एक बुलबुल वट पर आई. एक बुलबुल वट पर आई. बुलबुल का, बुलबुल का. मधुर, मधुर. बुलबुल का मधुर. गीत, गीत. सुन, सुन. बुलबुल का मधुर गीत सुन. बुलबुल का मधुर गीत सुन.
ബുൾബുൾ ബുൾബുൾ ബുൾബുൾ. കാ മധുർ ഗീത്. ഇവിടെ ഉള്ള അതേപോലെ തന്നെ അല്ലേ, ബുൾബുൾ കാ മധുർ ഗീത്. അതന്നെ ഇവിടെ ആവർത്തിച്ചു വന്നു. ബുൾബുൾ കാ മധുർ ഗീത്. ധ, അത് ദ എന്ന അക്ഷരമാണ് കേട്ടോ. ധ മലയാളത്തിൽ ഇങ്ങനെ എഴുതുന്ന ദ, അങ്ങനെ എഴുതുന്ന ധയാണിത്. ഓക്കെ, ഈ അക്ഷരത്തിന് പറയുന്ന പേരാണ് ധ. മധുർ ഗീത് സുനകർ സുൻകർ സുൻകർ. സുൻകർ പറഞ്ഞ കേട്ടിട്ട്. സുൻകർ കർ കർ സുൻകർ. സുമന സുമൻ സുമൻ. बहुत बहुत. सुनकर सुमन बहुत गुश गुश ഗുഷ് ഗുഷ്. ഇത് ഷായാണ്. ഷ ഷ് എന്നാണ് ഉച്ചരിക്കുന്നത്. ഗുഷ് ഹുയി ഗുഷ് ഹുയി. മധുർ ഗീത് सुनकर सुमन बहुत गुश हुई. एक एक एक. बुढ़िया बुढ़िया एक बुढ़िया दी एक बुढ़िया दी एक बुढ़िया दी दी दी. ഇത് ധ എന്ന അക്ഷരമാണ്. ദാക്ക് ഈ ചിഹ്നം കൊടുത്തു. ദി. വഹ് വഹ് വാഹ വഹ്. സുന്ദർ സു, അതിന് മുകളിൽ ഡോട്ട് കണ്ടോ, സും സുൻ. സുന്ദർ 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 സുന്ദർ. കപട കപ്പട സുന്ദർ സുന്ദർ കപ്പട. ബുനത്തി ബുനത്തി. നമ്മൾ ഈ ചിഹ്നമാണ് കാണാതിരുന്നത്, ഇവിടെ നമ്മൾ ഈ ചിഹ്നം കണ്ടുല്ലേ, ബുഢിയ ബുഢിയ ഈ ചിഹ്നം. അപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫിൽ ആ ഈ ഉ നമ്മൾ 4 മാത്രമാണ് പഠിച്ചത്. ആ പഠിച്ച 4 മാത്രമേ നമ്മൾ ഈ പാരഗ്രാഫിൽ കണ്ടു. ഓക്കെ. ബുഢിയ दी वह सुंदर 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 कपड़ा 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 बुनती बुनती कपड़ा बुनती दी कपड़ा बुनती दी. वह सुंदर सुंदर कपड़ा बुनती दी. एक एक चूहिया एक चूहिया 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 एक चूहिया. बुढ़िया बुढ़िया एक चूहिया बुढ़िया. कपड़ा कपड़ा चूहिया बुढ़िया का कपड़ा. കുതിർത്തി കുതിർത്തി കു കാക്കയാണ് ഊച്ചിഹ്നം വന്നിരിക്കുന്നത്. കു ത ര ഇറാണ്, രാക്ക് ഇറ എന്നാണ് ഉച്ചാരണം. അപ്പം കുതിർത്തി കുതിർത്തി ധി കുതിർത്തി ധി. ഓക്കെ, വളരെ സിമ്പിളാണ്. ഹിന്ദി പഠിക്കാനായിട്ട് അക്ഷരങ്ങളും ചിഹ്നങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ, പിന്നീട് അത്യാവശ്യം വേണ്ട കുറച്ച് മീനിങ്സും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഹിന്ദിയിൽ കഥ എഴുതാനും കവിത എഴുതാനും അതുപോലെ തന്നെ ഡയറി എഴുതാനും ഒക്കെ വളരെ സുഖകരമായിട്ട് തന്നെ പഠിക്കാൻ പറ്റും. വീഡിയോ തുടർച്ചയായിട്ട് കാണുക. ഹിന്ദി വിന്നറിൽ എല്ലാ ക്ലാസ്സും ഇടുന്നുണ്ട്. 5 മുതൽ 10 വരെയുള്ള എല്ലാ ഹിന്ദിയുടെ എല്ലാ ക്ലാസ്സും അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാരഗ്രാഫ് ഒന്നുകൂടെ വായിക്കാം. സുമൻ സുമൻ അബ് അബ് സോറി ഇവിടെ ഉഡ് പറഞ്ഞു കേട്ടോ. അബാണ്. സുമൻ അബ് ഉഡ്. സുബഹ് हुई. गगरी उड़ा. नदी पर जाकर पानी भरकर ला. धाधुन कर. साबुन लगाकर. मुंह व हाथ साफ कर. धुला हुआ सलवार कुर्ता पहनकर बाजार जा. एक बुलबुल वट पर आई.
बुलबुल का मधुर गीत सुन। बुलबुल का मधुर गीत सुनकर सुमन बहुत खुश हुई। एक बुढ़िया दी, वह सुंदर सुंदर कपड़ा बुनती थी। एक चूहिया बुढ़िया का कपड़ा കുതിർത്തി दी। ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അക്ഷരങ്ങളും ചിഹ്നങ്ങളും സാവധാനത്തിൽ വായിച്ചിട്ട് പഠിക്കാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഊ എന്ന ചിഹ്നവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ തീർച്ചയായും രേഖപ്പെടുത്തണം. ഓക്കെ, നിങ്ങളുടെ കമൻറ്റുകളാണ് ക്ലാസ് ഇടാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടുതൽ നമുക്ക് പ്രോത്സാഹനം നൽകുന്നത്. നിങ്ങളുടെ കമൻറ്റുകളാണ്. ഓക്കെ.